ഫൗണ്ടേഷന്റെ 25 ആളുകൾ ഇന്ന് രാവിലെത്തി. ഇന്നാണ് കൂടുതൽ ആളുകളുടെ ആവശ്യമുള്ളത് ഇന്നലെ അറിഞ്ഞത്. അപ്പം നമ്മൾ കഴിഞ്ഞ പുത്തുമല ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ 25 ആളും 45 ആള് യൂത്ത് കെയറിന്റെ വകയായിട്ടാണ് വന്നത്. അങ്ങനെ മൊത്തം 65 ആളാണ് ആ ടീമിലുള്ളത്. മൊത്തം സാഹചര്യങ്ങൾ ഒരു പ്രതികൂലമാണ്. മഴ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പുഴ കടന്നിരുന്നു. പക്ഷെ അവിടെ ഒഴുക്ക് കൂടിയപ്പോൾ കയറിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ കയറിയതാണ്. പിന്നെ ഒഴുക്ക് കൂടുതലാണ്. അവിടെ തിരിച്ച് ഇനി ഈ സൈഡിൽ കൂടി പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഉരുൾപൊട്ടലുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ ടൈമില് അന്ന് ഫസ്റ്റിൽ നമ്മളിവിടെ എത്തിയ RGFന്റെ ടീമാണ് ഓംശ്ശേരിയുള്ള. അത് നമ്മൾ ഈ പാലല്ലേ, ഒളിച്ചുപോയ പാലല്ലേ, ഇവിടെ വടം കെട്ടിയിട്ടാണ് ഇവിടുന്ന് ഗർഭിണിയായ ഒരാളെ നമ്മൾ അക്കരെ കെടുത്തിയൊക്കെ. അപ്പൊ ഫസ്റ്റിൽ നമ്മളിവിടെ എത്തിയിരുന്നു. നല്ല പരിചയമുണ്ട്. ഇതിനുമ്പോ വന്ന് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇപ്പൊ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടാൻ ചാൻസ് ഉള്ളത് താഴത്തെ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വില്ലേജിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് നീങ്ങാനാണ് ഇപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് ഒരുപാട് തറഞ്ഞു കിടക്കുകയാണ്. അതെ, അടിയില്ല. അതുകൊണ്ട് നമുക്ക് ചവിട്ടുമ്പോൾ പതലെടുത്താണ് ഇപ്പം ഇവര് തെരയുന്നത്, ഫയർഫോഴ്സ് തെരയുന്നത്. അവിടെ ഇങ്ങനെ പതിയും കളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ ആ റെസ്ക്യൂ ടീം നോക്കുന്നത്. അപ്പൊ അവിടെ എന്തോ ഒരു ചാൻസ് ഉണ്ട്, എന്തോ അടിയിലുണ്ട്. അപ്പൊ അവിടെ ചവിട്ടുമ്പോൾ തന്നെ താന്നു പോകുന്നുണ്ട്. റെസ്ക്യൂ ടീമാണ് അവിടെ ഉള്ളത്. എന്തായാലും അവിടെ ഒരു സാധ്യത കാണുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവിടെ റെസ്ക്യൂ സംഘം അവിടെ പരിശോധനകൾ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ, കാരണം അവർ നേരത്തെ പുഴ കടന്ന് മറുവശത്തേക്ക് കൈകൾ കോർത്ത് പിടിച്ചു പോയ ആളുകളായിരുന്നു. അവർ പക്ഷേ പുഴയിലെ ആ ഭാഗത്തുള്ള ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ആ ഭാഗത്തെ തെരച്ചിൽ മാറ്റി ഈ മറുവശത്തേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ നടത്തിയ തെരച്ചിലിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് തന്നെ അവർ അവിടെ കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ശരീരാവശിഷ്ടം ലഭിക്കുമോ എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. നേരത്തെ തന്നെ സൈന്യവും സർക്കാരും പോലീസും ഒക്കെ അറിയിച്ചിരുന്നു. കാരണം ജീവനോടെ ഇനി രക്ഷപ്പെടുത്താൻ ആളുകളെ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ അപകടം നടന്ന്, ഈ ദുരന്തം നടന്നിട്ട് ഇത്ര സമയമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പരമാവധി മൃതശരീരങ്ങൾ ഇനി ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ കണക്കുകൂട്ടലിലാണ് അവർ തെരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, ഈ പുഴ വളരെ വിശാലമായി പരന്നൊഴുകുകയായിരുന്നു. മുകളിൽ നിന്നും ഉരുൾപൊട്ടി എത്തിയപ്പോൾ തകർന്നു വീണ വീടുകളെല്ലാം, ഈ ആളുകളും വീടുകളുമെല്ലാം ഈ പുഴയിൽ കൂടെ ഒലിച്ച് ആ ചാലിയാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇനി എത്ര പേരെ ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ പുഴ വഴി ഒഴുകിപ്പോയി മറ്റിടങ്ങളിൽ ചിന്നിച്ചിതറി പോകുക, അങ്ങനെയൊക്കെ പല സാധ്യതകളും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ എല്ലാ സംഘങ്ങളും ഈ പുഴയുടെയും സമീപ പ്രദേശങ്ങളിലും മറ്റ് തേയിലത്തോട്ടങ്ങൾ എന്നിവിടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. 4ാം നാളിലും തെരച്ചിൽ ഊർജിതമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യം, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. വിവിധ സോണുകളായി പ്രദേശങ്ങളെ തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. 30 പേർ ഉൾപ്പെടുന്ന സംഘങ്ങൾ ആണ് ഈ സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരും ചേർന്നുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം പ്രാദേശികമായ ജനങ്ങളെ, നാട്ടുകാരെ ഒക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള സമാന്തരമായ പരിശോധനയും നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് ആണ് പുഴയുടെ അതിർത്തി പ്രദേശങ്ങളിലും മറ്റും പരിശോധനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അടക്കം അതിശക്തമായ കുത്തൊഴുക്ക് ആണ് ഉണ്ടായത്. അങ്ങനെ വെള്ളം ഒലിച്ചുപോയതിനു ശേഷവുമൊക്കെ ഈ പ്രദേശങ്ങളിൽ ഇനിയും മൃതശരീരങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടാകാം എന്നാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കൂറ്റൻ പാറകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷ് നിൽക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ. അനീഷ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ പാറ കഷ്ണങ്ങളാണ്, അത് പൂർണ്ണമായും തന്നെ ഈ പുറത്തു നിന്ന് ഒഴുകി വന്നതാണോ, അതെയോ ആ ഭൂപ്രദേശത്തും ഇത്തരത്തിൽ പാറകളോടുകൂടിയ ഒരു ഭൂപ്രദേശമായിരുന്നോ അത്? ഇത്രയധികം വിശാലമായ ഒരു പുഴയോ അല്ലെങ്കിൽ ഇത്രയധികം പാറകളോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ സ്കൂളിന്റെ സമീപത്തായി ഒരു പുഴ, ഈ തകർന്നു വീണ പാലത്തിന്റെ 2 കൈവരികൾക്കിടയിൽ ഉള്ള ഒരു പുഴ, ആ ഭാഗത്തൂടെ മാത്രം
ഒഴുകിയിരുന്ന ഒരു പുഴയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പുഴയുടെ ദിശ തന്നെ മാറിയിരിക്കുന്നു. ഒരു എസ് ഷേപ്പിലേക്ക് പുഴ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മുന്നിൽ കാണുന്ന ഈ കൂറ്റൻ പാറക്കെട്ടുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല. പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഒരു പുഴ ആയിരുന്നില്ല. ഇതെല്ലാം മുകളിലെ മലയിൽ നിന്നും കുത്തൊഴുക്കിൽ മലവെള്ളപ്പാച്ചിലിൽ ഈ പാറക്കെട്ടുകൾ തകർന്നടിഞ്ഞ് താഴേക്ക് വന്നതാണ്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ തോരെ കാണാം. കാരണം കൂടുതൽ പാറക്കെട്ടുകളാണ്, വലിയ കൂറ്റൻ പാറക്കെട്ടുകളാണ് എത്തിയത്. ആദ്യത്തെ 2 ഉരുൾപൊട്ടലിന് ശേഷം മൂന്നാമത്തെ പൊട്ടൽ വന്നപ്പോഴേക്കും ശക്തമായി തന്നെ താഴേക്ക് ഈ പാറക്കൂട്ടങ്ങൾ വരികയാണ് ചെയ്തത്. ഇന്നലെ കുറെ പാറക്കെട്ടുകൾ ഇവിടെ നിന്നും നീക്കി ഉള്ള പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഈ മുഴുവൻ ഭാഗത്തും കാണുന്ന പാറക്കെട്ടുകൾ ഇത്തരത്തിൽ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ രൂപപ്പെട്ടതാണ്. നമുക്കറിയാം, ഇത്തരം പാറക്കെട്ടുകൾക്കും മരങ്ങൾക്കും മണ്ണിനുമിടയിലേക്കൊക്കെയാണ് ഈ ഹതഭാഗ്യരായ മനുഷ്യർ വീഴുക. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ആക്കം കൂട്ടിയത്. ഈ വീടുകളൊക്കെ നിശേഷം തകർന്നു പോകും. താരതമ്യേന ഭേദപ്പെട്ട നിലയിലുള്ള വീടുകളൊക്കെയാണ് ഈ അപകടത്തിൽ തകർന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ മരങ്ങളും മണ്ണുമൊക്കെയാണ്, അല്ലെങ്കിൽ വലിയ മലവെള്ളപ്പാച്ചിലൊക്കെയാണ് മാത്രമെങ്കിൽ ഈ ഒരുപക്ഷെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നേനെ. പക്ഷേ അതിനുപോലും കഴിയാത്ത വിധമുള്ള പാറക്കെട്ടുകളാണ് ഇവിടേക്ക് വീണത്. ആ പാറക്കെട്ടുകൾ തന്നെയാണ് അപകടത്തിന്റെ തോത് ഇത്ര വർദ്ധിച്ചത്. ആ പാറക്കെട്ടുകൾ പതിച്ചാണ് ഇത്ര അധികം നാശങ്ങൾ വരികയും വീടുകൾ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വീടുകളിൽ താമസിച്ചിരുന്നവർ പോലും ഈ നിരാശാജനകമായ ഒരു അവസാനമുണ്ടാവാൻ കാരണമായതും. എന്തായാലും ഈ പുഴയുടെ എല്ലാ മേഖലകൾ തിരച്ചിൽ നടത്തുന്നു. കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ആ പുഴയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കാണാം. കുറച്ചധികം ആളുകൾ ഈ തേയിലത്തോട്ടങ്ങൾക്കുള്ളിൽ ഓരോ തേയിലച്ചെടിയുടെ അടിയിലും എന്തെങ്കിലും ശാരീരിക അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാം. അത്ര മേൽ ദാരുണമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ഈ ഘട്ടത്തിലും ഈ അപകടം നടന്ന് ഇത്ര ദിവസം പിന്നിടുമ്പോഴും കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം സജീവമായ ഒരു ജനപദമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അത്യാവശ്യം ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറു പട്ടണം നിലനിന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ദാരുണമായ സംഭവങ്ങൾ നടന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും തേയിലത്തോട്ടത്തിലും മറ്റുമൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ തുടങ്ങിയവരൊക്കെ ഇത്തരത്തിലാണ് ഉപജീവനം കഴിച്ചിരുന്നത്. നമുക്ക് കാണാം, ഒരു തകർന്നു പോയ വീട് നമ്മുടെ എതിർ ദിശയിൽ കാണാം. അതിനിപ്പുറത്തൊക്കെ കുറെ അധികം പഴക്കമുള്ള വീടുകളൊക്കെ ഉണ്ട്. എന്നാൽ താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിച്ച വീടുകൾ കൂടിയായിരുന്നു അവയൊക്കെ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്ന കാഴ്ച. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇടം പട്ടണത്തിന്റെ പിൻവശമാണ്. ഒപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നേരത്തെ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ക്ഷേത്രത്തിന്റെ തൂണുകൾ ഉണ്ട്, ക്ഷേത്രത്തിന്റെ കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതികളുണ്ട്, മറ്റ് ശ്രീകോവിലും മറ്റിടങ്ങളിലുമൊക്കെ നിലനിന്ന സ്ഥലമാണ്. ആൽമര മാത്രം തലയെടുപ്പോടെ ഇപ്പോഴും നിൽക്കുന്ന കാഴ്ച. ബാക്കി ഒരു ക്ഷേത്ര ആണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന പോലും അവശിഷ്ടങ്ങൾ ബാക്കി വെക്കാതെയാണ് ഈ ക്ഷേത്രം ഒലിച്ചുപോയത്. ഈ ക്ഷേത്രം